Now let's see the management of gastroschisis or a ruptured omphalocele. ഒന്നെങ്കിൽ നമ്മുടെ ഓംഫിലോസീൽ റപ്ചറായി അല്ലെങ്കിൽ ഗ്യാസ്ട്രോഷിഷ്യസ്. രണ്ട് കണ്ടീഷനിൽ എന്താ ഉണ്ടാവുക? കവറിങ് ആയിട്ട് മെംബ്രെയിൻ ഉണ്ടാവില്ല അല്ലേ? സോ ഈ സിറ്റുവേഷനിൽ കുട്ടികളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് നമുക്കിനി കാണാം. Both of this are considered as surgical emergency and no time is to be wasted. സോ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ഉണ്ടാവുക? കോംപ്ലിക്കേഷൻ ഉള്ള ഭയങ്കര ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ നമ്മൾക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല. വി കാൺ ഗോ ഫോർ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ഓർ എനി കൈൻഡ് ഓഫ് അതർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. വി ഹാവ് ടു ഡു എ സർജറി വെരി ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് തന്നെ the child has to be transported to a pediatric surgical center as soon as possible. സോ പെരിഫറി ലെവൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലാണ് ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുന്നത് എങ്കിൽ you have to transport the child immediately to a tertiary level hospital where all the facilities are available and multidisciplinary team is available. സോ സർജറി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷമാണ് സർജറി ചെയ്യുക. ലൈക്ക് ഈ കുട്ടികളുടെ പെരിറ്റോണിയം അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൊക്കെ വെളിയിലേക്ക് എക്സ്പോസ്ഡ് ആവുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചെന്ന് വരാം അല്ലേ. ഒന്ന്, ദർ ക്യാൻ ബി മാസീവ് ഇവാപ്രേഷൻ അല്ലേ. നമ്മളുടെ വിസറ വെളിയിലേക്ക് എക്സ്പോസ്ഡ് ആണ്. അതിൽ കൂടെ ദർ ക്യാൻ ബി ലോട്ട് ഓഫ് ഇൻസെൻസിബിൾ വാട്ടർ ലോസ്. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇങ്ങനെ വാട്ടർ കണ്ട മാതിരി പോയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ദർ വിൽ ബി ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ ഹീമോഡൈനാമിക് സ്റ്റാറ്റസ് ആസ് വെൽ ആസ് ദർ വുഡ് ബി ആസിഡ് ഇംബാലൻസ് അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. So surgery is done after correcting the hemodynamic status as well as the acid-base imbalance. The child, if has respiratory distress, it is managed by gastric decompression as well as endotracheal intubation. So കുട്ടികൾക്ക് ഇവിടെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവുന്നത് യൂഷ്വലി ഡ്യൂ ടു ദ കളക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ. സോ അത് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് വി വിൽ ഗോ ഫോർ NG ഡീകംപ്രഷൻ. NG ഡീകംപ്രഷൻ പലപ്പോഴായിട്ട് പറഞ്ഞു, ഇനി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. And we will also do a endotracheal intubation. In order to maintain the body temperature of the child or thermoregulation, we will place the child under a radiant warmer and we will correct the fluid electrolyte losses. We have to minimize the evaporative losses from the exposed viscera also. So ഇതുവരെ പറഞ്ഞത് you have to transport the child immediately. A surgery is to be done immediately. Before that you have to correct the electrolyte imbalances as well as the acid-base imbalances. If there is respiratory distress, you will put an NG tube. You will place it in continuous drainage, which is known as NG decompression, and also you will go for an ET intubation. In order to maintain the thermoregulation of the child is to be placed under a radiant warmer. The fluid and the electrolyte imbalances are to be corrected and you have to minimize the evaporative losses from the viscera. IV fluids are started. Initially, a bolus dose is given, which is 20 ml per kg of RL or NS, and later it is followed by maintenance fluid. സോ ഈ കുട്ടികൾക്ക് പറഞ്ഞു ദർ വിൽ ബി മാസീവ് ലോസ് ഓഫ് ഫ്ലൂയിഡ്സ്. ആ ഫ്ലൂയിഡിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ IV ബോളസ് കൊടുക്കുമ്പോൾ വി വിൽ ഗീവ് 20 ml per kg ഓഫ് ഫ്ലൂയിഡ്. സെലക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് RL അല്ലെങ്കിൽ NS ആയിരിക്കും. വൺസ് ദിസ് ബോളസ് ഡോസ് ഇസ് ഗിവൻ വി വിൽ കണ്ടിന്യൂസ്ലി ഗിവ് ദ മെയിൻ്റനൻസ് ഫ്ലൂയിഡ്. കവർ ദ എക്സ്പോസ്ഡ് ഇൻറ്റസ്റ്റൈൻ വിത്ത് എ മോയിസ്റ്റ് ലാപ്രോട്ടമി പാഡ്. സോ എക്സ്പോസ്ഡ് ആയിട്ട് ഉള്ള ഇൻറ്റസ്റ്റൈന് മുകളിൽ വി വിൽ അപ്ലൈ എ മോയിസ്റ്റ് ലാപ്രോട്ടമി പാഡ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 things are there. One is to protect further infection. അത് വെളിയിലേക്ക് ഇരിക്കുമ്പോൾ there can be higher chances of infection. 2, in order to reduce the evaporative losses. സോ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്
കവേർഡ് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വിസറ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനെ കവർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് കവേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മോയിസ്റ്റ് ലാപ്രോട്ടമി പാഡ്. ഇനി നമ്മൾ ഹീമോഡൈനാമിക് സ്റ്റാറ്റസ് ഒന്ന് സ്റ്റഡി ആക്കിയതിന് ശേഷം മാത്രമേ സർജറി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു ടൈമിൽ ദ എവിസറേറ്റഡ് ഇൻഡസ്റ്റൈൻ ഇസ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബേബീസ് അബ്ഡോമൻ ആൻഡ് ഇറ്റ് ഇസ് റാപ്പ് വിത്ത് ദ കർലിക്സ്. സോ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈമിലേക്ക് നമ്മൾ ആ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈനൊക്കെ കുട്ടിയുടെ അബ്ഡോമൻ്റെ മുകളിലായിട്ട് വെച്ച് അതിനൊന്ന് ജസ്റ്റ് റാപ്പ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കർലിക്സ്. ദ ബേബി ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഓൺ ദ റൈറ്റ് സൈഡ് ആൻഡ് ദിസ് ഇസ് ഡൺ ഇൻ ഓർഡർ ടു അവോയ്ഡ് റെസ്പിറേറ്ററി ഡിസ്ട്രെസ്. സോ ബേബീനെ എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വേണം ചെരിച്ച് കിടത്താനായിട്ട്, ടു അവോയ്ഡ് അൺഡ്യൂ പ്രഷർ ഓൺ ദ റെസ്പിറേറ്ററി സിസ്റ്റം. Urinary catheter is inserted. You have to monitor the urine output and assess the efficiency of fluid resuscitation. So, urinary catheter must item insert ചെയ്യണം. Urine output close ആയിട്ട് monitor ചെയ്യണം. This is done in order to see whether the fluid resuscitation given is adequate or not. Broad spectrum antibiotics are started, and this is to prevent any kind of infections, especially peritonitis. You have to insert a CVP line and you have to initiate total parenteral nutrition. So usually കുട്ടികൾക്ക് കുറേ നാൾ ICUയിൽ കിടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവർ ഓറലി എടുത്തു തുടങ്ങാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. So you have to place a CVP line and start the total parenteral nutrition. The infant's general condition is monitored in between. So that was about the things you should do before surgery of a gastroschisis or a ruptured omphalocele. So concise ആക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ എത്രയും പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുക ഒരു ഹയർ സെൻറ്ററിലേക്ക്. സർജറിക്ക് മുമ്പ് യു ഹാവ് ടു കറക്റ്റ് ദ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്. കുട്ടി ഒരു ഹയർ സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോൾ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടെങ്കിൽ വി വിൽ ഡു NG ഡീകംപ്രഷൻ ആസ് വെൽ ആസ് ET ഇൻറ്റുബേഷൻ. തെർമോ റെഗുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റേഡിയൻ വാർമറിൻ്റെ അടിയിൽ കിടത്തും. യു ഹാവ് ടു കറക്റ്റ് ദ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്. IV റെസിസിറ്റേഷൻ നമ്മൾ തുടങ്ങും. അവിടെ IV ഫ്ലൂയിഡ് ബോളസ് ഡോസ് ആയിട്ട് കൊടുക്കും, വിച്ച് ഇസ് 20 ml/kg. RL അല്ലെങ്കിൽ NS ആയിട്ടാണ് കൊടുക്കുക. ബോളസ് ഡോസിന് ശേഷം വി വിൽ മെയിൻറ്റെയിൻ മെയിൻ്റനൻസ് ഡോസ്. എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ നമ്മളൊരു ലാപ്രോട്ടമി പാഡ്, മോയിസ്റ്റ് ലാപ്രോട്ടമി പാഡ് കൊണ്ട് കവർ ചെയ്യും. ദിസ് ഇസ് ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ ആസ് വെൽ ആസ് ഇൻ ഓർഡർ ടു മിനിമൈസ് ദ ഇവാപറേറ്റീവ് ലോസസ്. അതിനുശേഷം ഈ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈനെ കുട്ടിയുടെ അബ്ഡോമൻ്റെ മുകളിലായിട്ട് വെച്ച് ഇതിനെ ഒന്ന് റാപ്പ് ചെയ്യും. റാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കർലിക്സ് ആണ്. ബേബിനെ എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡിലേക്കായിരിക്കും ചെരിച്ച് കിടത്തുക. This is to prevent respiratory distress. Urinary catheter insert ചെയ്യും. We will closely monitor the urine output and this is to assess the efficiency of the fluid resuscitation. Broad spectrum antibiotics are started. This is to prevent infections, especially peritonitis. ഒരു CVP line insert ചെയ്യും and we will start TPN therapy. And in between you have to monitor the infant's general condition. So this is how you manage a child with gastroschisis or a ruptured omphalocele before surgery. Now let's see what we do in surgery. Surgery രണ്ട് തരത്തിൽ ചെയ്യാം. The first thing is staged closure. So staged closure'ൽ the first stage we will go for a short term silo reduction. അതായത് 2 വീക്സിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഒത്തിരി ഉണ്ടാവും അല്ലേ. ആ ഒത്തിരി ഉണ്ടാവുന്നതിനെ ഒറ്റയടിക്ക് അബ്ഡോമൻ്റെ ഉള്ളിലേക്ക് കുത്തി തള്ളി അത് ക്ലോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ യു ഹാവ് ടു ഡു എ ഷോർട്ട് ടേം സിലോ റിഡക്ഷൻ വിച്ച് ഇസ് ഫോർ 2 വീക്സ് ആൻഡ് ദെൻ വി വിൽ ക്ലോസ് ദ അബ്ഡോമിനൽ വാൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെഷ്. അതാണ് ഫസ്റ്റ് കൈൻഡ് ഓഫ് സർജറി വിച്ച് ഇസ് നോൺ ആസ് സ്റ്റേജ്ഡ് ക്ലോഷർ. സിലോ റിഡക്ഷൻ നമ്മൾ ഓംഫലോസീലിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുക ഇവിടെയും.